عن أبي هريرة رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم والذي نفسي بيده لقد هممت أن آمر بحطب فيحتطب ثم آمر بالصلاة فيؤذن لها ثم آمر رجلا فيؤم الناس ثم أخالف إلى رجال لا يشهدون الصلاة فأحرق عليهم بيوتهم. ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്തിരിക്കുന്ന ഹദീസ് വേറെ പല ഹദീസ് പണ്ഡിതന്മാരും വിവിധ സനദുകളിലൂടെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഇത് എന്നർത്ഥം. ഈ ഹദീസ് ഇന്ന് ഏറിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കുമൊക്കെ ചൂണ്ടി ഈ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഉദാഹരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ മുസ്ലിംകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, അവർ ചുട്ടരിക്കപ്പെട്ടത് നിസ്കാരം നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്ന് ഒരു പ്രമുഖ പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണ്. ഒന്നാമതായി ഈ ഹദീസ് ഇതിൽ പറഞ്ഞതുപോലെയുള്ളൊരു ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് തഹ്ദീദാണ്, അഥവാ ശക്തമായ മുന്നറിയിപ്പ് നൽകലാണ്. മറ്റൊരു കാര്യം, ഇത് നിസ്കരിക്കാത്തവരെ പറ്റി പറഞ്ഞ ഹദീസല്ല, നിസ്കരിക്കാത്തതിനെ സംബന്ധിച്ചുള്ള ഹദീസ് അല്ല. ജമാഅത്ത് നിസ്കാരത്തിന് ആണുങ്ങൾ പങ്കെടുക്കാത്തതിന്റെ പേരിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം എന്നർത്ഥം. ഞാൻ വിചാരിക്കുകയാണ്, കുറച്ച് വിറകുകൾ ശേഖരിക്കുക, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ആളുകളോട് കൽപ്പിക്കുക, അതിനുവേണ്ടി ബാങ്ക് വിളിക്കാൻ വേണ്ടി കൽപ്പിക്കുക, എന്നിട്ട് ഒരാളെ നിസ്കരിക്കാൻ വന്നവർക്ക് ഇമാമായി നിൽക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുക, എന്നിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് എത്തിച്ചേരാത്ത ആണുങ്ങളുടെ വീടുകൾ സന്ദർശിച്ചിട്ട് ആ വീടുകൾ അഗ്നിക്കിരയാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന്. ഇത് ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ശിക്ഷ നടപ്പാക്കിയിട്ടില്ല എന്നതൊരു കാര്യം. മറ്റൊന്ന്, ഇത് നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിലുള്ള ഹദീസ് അല്ല, ഇത് ജമാഅത്തിന് വരാത്തതിന്റെ പേരിലുള്ള ഹദീസാണ്. എന്നിട്ടും അങ്ങനെ ഒരു ശിക്ഷ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഗ്നി കൊണ്ട് ഒരാളെയും ശിക്ഷിക്കാൻ അടിമകൾക്കാർക്കും അധികാരമില്ല. മനുഷ്യരെ, പാപികളായ മനുഷ്യരെ അഗ്നി കൊണ്ട് ശിക്ഷിക്കാൻ അധികാരമുള്ളത് റബ്ബ് തആലാക്ക് മാത്രമാകുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു യഥാർത്ഥ ശിക്ഷ പറഞ്ഞതല്ല, മറിച്ച് ജമാഅത്ത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ആണുങ്ങൾ, പുരുഷന്മാരാരും തന്നെ അവഗണിക്കാതിരിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ജമാഅത്ത് നിസ്കാരം. അതായത് മുസ്ലിം സമൂഹം സംഘടിതമായി, ഐക്യമായി ഒരുമിച്ച് നിന്ന് നിസ്കരിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് നിർബന്ധം പോലെ കാണേണ്ട ഒരു വിഷയമാണ് എന്നതിലേക്കുള്ള ഗൗരവത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അസഹ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടാൽ നമ്മൾ പറയും, ഞാൻ പോയി ഓൻ്റെ തൊള്ളക്ക് 2 കൊടുത്താൽ കാണാം, ഞാൻ പോയിട്ട് ഓനെ 2 കൊടുത്താലോ എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ച് ഓല പന്ത് കളിക്കുന്ന ഗ്രൗണ്ട്
നിസ്കാരം പോലും ഖളാക്കിക്കൊണ്ട് അവിടെ പന്ത് കളിക്കുന്ന കണ്ടപ്പോ വെറുപ്പ് കൊണ്ടൊരാൾ പറഞ്ഞു പോവുകയാണ്. ആ ഗ്രൗണ്ട് ഒന്നായിട്ട് പിന്നെ ട്രാക്ടർ കൊണ്ടുവന്നിട്ട് ഉഴുത് മറിച്ചിട്ട് അവിടെ എന്തെങ്കിലും തെങ്ങും തൈ വെച്ചിട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ അത് ട്രാക്ടർ കൊണ്ടുവന്ന് ഉഴുത് മറിക്കാൻ തീരുമാനിച്ചിട്ടല്ല, അവിടെ തെങ്ങും തൈ വെച്ചിട്ട് ആ ഗ്രൗണ്ട് നികത്തണമെന്ന് തീരുമാനിച്ചതല്ല. നിസ്കാരം ഖളാ ആക്കിക്കൊണ്ടൊരു കൂട്ടർ അവിടെ പന്ത് കളിക്കുന്നത് കണ്ടപ്പോൾ ആ വെറുപ്പ് കൊണ്ട് പറഞ്ഞതാണ്. ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നുകൂടെ പറയുന്നു, ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത ആണുങ്ങളെ, നിസ്കരിക്കാത്തോലല്ല, ഓർക്ക് വേറെ വകുപ്പുണ്ട്. ജമാഅത്തിന് വരാത്ത ആണുങ്ങളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി മുത്തുനബി പറഞ്ഞതാ. ഞാൻ പോയിട്ട് ആ പൊരക്കടിച്ചു വിട്ടാലോ, അതാണാ പറഞ്ഞത്. അങ്ങനെ വിചാരിച്ചു പോയി. ഒരിക്കലും മുത്തുനബി ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിച്ചില്ല, അതൊക്കെ നടന്നിട്ടുമില്ല. ഈ ഹദീസ് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല പണ്ഡിതന്മാരും ആണുങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കൽ, ഒരു മഹലിലുള്ള ആണുങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കൽ ഫർള് കിഫയാണ് എന്നിവരെ കണ്ടെത്തിയത്. ഫർള് ഐനല്ല, ഓരോ വ്യക്തിയുടെയും സ്വകാര്യ ബാധ്യതയല്ല, സമൂഹ ബാധ്യതയാണ് എന്ന് തെളിവ് കണ്ടെത്തിയത് പോലും ഈ ഹദീസിൽ നിന്നാണ്. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കൽ ശക്തമായ സുന്നത്താണ്. അത് നാട്ടിൽ ആരെങ്കിലും ചെയ്തിരിക്കണം. ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി എന്നതാണ് അതിന്റെ വിധി. അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവർക്ക് ഇതല്ല ശിക്ഷ. ഈ ഹദീസും നിസ്കാരം ഉപേക്ഷിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ജമാഅത്ത് തന്നെയാണ് വിഷയം. നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നത് ആ ശിക്ഷ എന്താന്ന് വെച്ചാല്, അവര് നിസ്കാരത്തിന്റെ നിർബന്ധത്തെ നിഷേധിച്ചു കൊണ്ട് നിസ്കരിക്കാത്തതാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന അടിസ്ഥാനത്തിൽ അവരുടെ തല വെട്ടി അവരെ വധിച്ച് കാഫിറായ നിലക്ക് തന്നെ, മുർത്തദായ നിലക്ക് തന്നെ അവനെ ഒഴിവാക്കണം, മറവ് ചെയ്യണം. പിന്നെ നിസ്കാരത്തിന്റെ വുജൂബിയത്ത്, അതിന്റെ നിർബന്ധത്തെ നിഷേധിക്കാതെ അലസത മൂലം നിസ്കരിക്കാതിരിക്കുന്നവരാണെങ്കിൽ അത്തരം മുസ്ലിമീങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കണം, ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത്, ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി സമയം അനുവദിക്കണം. അത് ആ നിസ്കാരത്തിന്റെ സമയവും അതിനോട് ജംആക്കപ്പെടുന്ന നിസ്കാരമുണ്ടെങ്കിൽ ആ ജംആക്കപ്പെടുന്ന നിസ്കാരത്തിന്റെ സമയവും കഴിയുന്നത് വരെ കാത്തിരിക്കണം. എന്നിട്ട് അവൻ തൗബ ചെയ്ത് നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ വീണ്ടും അവനോട് ഉപദേശിക്കണം, തൗബ ചെയ്യാനും നിസ്കരിക്കാനൊക്കെ. എന്നിട്ടും അവൻ വിസമ്മതിക്കുന്ന പക്ഷം ഒരു ഇസ്ലാമിക് കോടതിയിൽ, ഇന്ത്യ രാജ്യം പോലെയുള്ള നാട്ടിലൊന്നും പറ്റൂല, ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിക കോടതിയിൽ, ശരീഅത്ത് കോടതിയിൽ അവിടത്തെ അറിവും കഴിവുമുള്ള പണ്ഡിതനായ ഒരു ജഡ്ജി അയാളുടെ വധശിക്ഷ വിധിക്കണം. അപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് തല വെട്ടിക്കളയണം എന്നതാണ് നിയമം. അല്ലാതെ ഈ ഹദീസ് ഒരിക്കലും നിസ്കരിക്കാത്തവർക്കുള്ള ഹദീസ് അല്ല. എന്ന് മാത്രമല്ല, ഇതൊരിക്കലും നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനക്കാരിലേക്കോ അയൽ രാജ്യങ്ങളിലെ ആളുകളിലേക്കോ ചേർത്തി ചൂണ്ടിക്കാണിച്ച് നിസ്കരിക്കാത്തവർക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് പറയാൻ ഒരു നിർവാഹവും ഇല്ല. പിന്നെ ബഹുമാനപ്പെട്ട ആ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളതിന്റെ ഉദ്ദേശ്യം ഒരു കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാ. കുട്ടികളോട് നിസ്കാരത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടി അടുത്ത് നടന്നിരിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നടന്നിരിക്കുന്ന, അതുപോലെ അയൽ രാജ്യത്തൊക്കെ നടന്നിരിക്കുന്ന ഒരു കാര്യത്തെ മുൻനിർത്തി ഭയപ്പെടുത്തി നിസ്കാരത്തിന്റെ ഗൗരവം അറിയിക്കുക എന്ന ഈ തർഹീബിന്റെ പരിപാടി ഉണ്ട്. തർഹീബ്, തർഹീബ് എന്ന് പറയും.
കുട്ടികളോട് പറയുമ്പോൾ തെർഹീബാക്കി പറയാം. നിസ്കാരം ഒഴിവാക്കിയാലേ അള്ളാഹു താല ഇങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ കണ്ടില്ല അവിടെ ഇവിടെ അതൊക്കെ എന്താ കാര്യം എന്നറിയോ? അള്ളാഹുവിനെ അനുസരിക്കാത്ത നിസ്കരിക്കാത്ത ആളുകളുള്ള ഒരു നാട്ടിൽ അള്ളാഹു താല അക്രമിയായ ഭരണാധികാരിയെ ചുമതല ഏൽപ്പിക്കും. അങ്ങനെ അയാൾ ഒരു ഭരണാധികാരിയാകും. എന്നിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാത്തൊരു മുസ്ലിം സമൂഹത്തിന്റെ മേൽ അള്ളാഹു താല ഈ അക്രമകാരിയായ ഭരണാധികാരിയെ അധീനപ്പെടുത്തും, അധികാരം കൊടുക്കും. അങ്ങനെ അയാൾ ഇവരുടെ മേലിൽ ആക്രമണം നടത്തുകയും അവരെ അധീനപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു തെർഹീബിന് വേണ്ടി, ഭയപ്പെടുത്തി അറിയിക്കാൻ വേണ്ടി ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിനെ ചിലർ വല്ലാതെ ദുർവ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിലിട്ടിട്ട് കശക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഹദീസും അതിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ്. അദ്ദേഹം ഈ അർത്ഥത്തിലൊക്കെ പറഞ്ഞതായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമ് തരട്ടെ.